എടുത്തോണ്ട് പോടാലോ പറഞ്ഞാണ് ആ ബോധ. ഇത് വേറെ ഒന്നുമല്ല, മുതുക്ക് കോഴി. എത്രയാണ് മൈനേസിലിങ്ങനെ മൂക്ക് കൂടി കയറ്റുന്നത്. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് മൈൽ. ഫുൾ ചിക്കൻ ഈറ്റിംഗ് ചലഞ്ച്. അത് ഞാനുണ്ട്, മിഥുനുണ്ട്, നിഹാദുണ്ട്. ഞങ്ങൾ 3 പേരും ഏറ്റവും ആദ്യം ചിക്കൻ തിന്ന് തീർക്കണത് ആര്, അതാണ് ചലഞ്ച്. ഫുൾ ചിക്കൻ ഉണ്ട് ഒരാൾക്ക് 1 വീതം. ഇനി അതല്ല, അവർക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അതും ഉണ്ട്. ഇതൊക്കെ പാട് തീർത്തിട്ടില്ലെങ്കിലാണ് അടുത്ത് പോക്കറ്റിൽ നിന്ന് എന്തിനാണ് പോണത്. നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. അതിനുള്ള സാധനം നമുക്ക് ആദ്യം നമ്മുടെ പുറത്ത് പോയിട്ട് ആ ചിക്കൻ മൊത്തം വാങ്ങിയിട്ട് വരാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? നമ്മുടെ ചാലഞ്ചിലുള്ള ചിക്കൻ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നെ തപ്പിയിലേ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ്ടോ ഒരു ഫുൾ കോഴി കഴിക്കുമല്ലോ അല്ലേ? കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അവന്റെ തല വെട്ടും. ഇന്നാണ് ഇതിന്റെ അവസാനം. കോളേജിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോ നമുക്ക് ഇത് 4 ഓർഡർ ചെയ്യാം. 3 പേരാണുള്ളത്. 3 പേർക്ക് 4 ഓർഡർ ചെയ്യാം. ഇവിടെ ഫോണിലാണ് എല്ലാ പേയ്മെന്റും നടത്തുന്നത്. അടയ്ക്കുന്നു. അപ്പോ ഇവിടെ ഹാപ്പിയാവും. ഓക്കെ, 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന്റെ കൂട്ടത്തില് ഇതാണ് നമ്മുടെ ഹാപ്പിയാവും എന്ന് പറയുമ്പോൾ ബിൽ. ചൈനയിലെ ബില്ലെന്നും പറയാം, ഇംഗ്ലീഷിലെ ബില്ലെന്ന് പറയുമ്പോൾ. ഇവിടെ അത്യാവശ്യം വായി നോക്കാൻ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ വേറെ ചൈനീസുകാരുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഈ നാറിനെ വായി നോക്കണേക്കാട്ടും നല്ല ഞാൻ പോയാലും കിണറ്റിൽ ചാടി ചാവണതാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ സംഭവം ആവട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ അങ്ങനെ 4 നമ്മുടെ ചിക്കൻ കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എടുത്തോണ്ട് പോവാം. ടൊമാറ്റോ കെച്ചപ്പ് കേരളമാണ് ചോദിക്കണത്. അപ്പോൾ എന്തായാലും ആ സാധനങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം എടുത്ത് റൂമിലേക്ക് പോകാം അല്ലേടാ? എടുത്തോണ്ട് പോടാലോ പറഞ്ഞാണ് ആ ബോധല്ലേ. എന്തായാലും സാധനം കിട്ടി. ഈ സാധനമായിട്ട് റൂമിൽ പോയി തീറ്റ മത്സരം. അപ്പൊ അവിടെ പോയിട്ട് കാണാം. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി വന്ന റൂമിൽ ഇനി നമുക്ക് രാത്രിക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഒരു കോഴി എന്ന് പറഞ്ഞാൽ ചെറിയ കോഴിയാണ്. ഇതല്ലേ, ഇത്രയേ ഉള്ളൂ. ഒരു കൈ മൊത്തം നെഞ്ച് മൊത്തം കൊള്ളുന്ന കോഴിയുണ്ട്. അപ്പൊ ഇതിങ്ങനെ എടുത്ത് നമ്മൾ മുതുക്ക് കോഴി എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഇതാണ് മുതുക്കോഴി. ഒരു കവർ അവിടെ ഡൗൺ, അടുത്ത ആൾക്ക് അടുത്ത കവർ ഡൗൺ, അടുത്ത കോഴി ഡൗൺ. അത് കിട്ടണവൻ കുളിക്കും. ഞാൻ കുറച്ച് കരയിരുന്നിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഗ്ലൗസ് ആണ് കയ്യിലിടാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് പറയും നാട്ടുകാരാണേ. ഇത് ഇനി പൊട്ടിച്ച് കാണിച്ചു തരാം. എനിക്ക് വൈകി നാട്ടുകാരുടെ കേൾക്കാൻ. വേറെ എന്തെങ്കിലും ആണെന്ന് ഗ്ലൗസ് ആണ് കേട്ടോ. കയ്യിലിട്ട് തിന്നാൻ ഗ്ലൗ ആണ് കേട്ടോ. ഇത് ഇതാ ഒരു കോള. ഇത് നമ്മൾ വരുന്ന വഴിയിൽ വാങ്ങിയതാണ് സംഭവം. അതുകൊണ്ട് സോനു എത്രയാണ് മൈനേസിലിങ്ങനെ മൂക്ക് കൂടി കയറ്റുന്നു. അപ്പൊ അവന് ഉണ്ടാക്കാൻ നിക്കുന്നു. ഇട് സാധനം, ഇട് വായിലിട്. ഒരു വായിലല്ല, കത്തിയാണ് കയ്യിലല്ലേ. സോനുവിന്റെ മുട്ട പൊട്ടിക്കാനുള്ള കഴിവ് ആരും കാണാതെ തോടും കൂടി ഇട്ട് ഇവനെ കൊന്നാരി ഇങ്ങനെ വേണ്ട. ഒന്നുമില്ല, നീ ഉണ്ടാക്കിയാൽ മതി. പാവപ്പെട്ട സോനു ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് വെളുത്തുള്ളിയൊക്കെ മുറിച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവൻ മൈനേഴ്സ് ഉണ്ടാക്കട്ടെ. നമുക്കത് കണ്ടുവെക്കാം. ഞങ്ങളത് കണ്ടുവന്നിട്ട് വരെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാം. സോറി, ചലഞ്ച് തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. ആദ്യം തിന്ന് തീർക്കണോ എന്നുള്ളതാണ്. ആര് തീർത്താലും എങ്ങനെ തീർത്താലും കുഴപ്പമില്ല. മെല്ലെ തിന്നാതിരിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ചിക്കൻ ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പതുക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ആര് ജയിക്കണോ, ആരും തീർക്കണോ അവര് ജയിക്കും. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല.
இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവുണ്ടായിരുന്നു, അത് അവരായിട്ടൊക്കെ തീർത്തില്ല. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ നെല്ലത്തിന്റെ മകളെ ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട് ഊണ് കഴിക്കല്. ആഹാരം കഴിക്കുന്ന എങ്ങനെയാണ് മാമൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് സമാനത്തോട് തിന്നാണോ ചിക്കൻ? ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കോ, ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേ ചെറിയ സ്പീഡ് തന്നുകൊണ്ടാണ് ഇത്രയെങ്കിലും എല്ല് ബാക്കിയുള്ളത്. അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവാറില്ല. എല്ലും തിന്നണ്ടേ? പട്ടി കംപ്ലൈന്റ് പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, അവിടെ കൊടുക്കാൻ വേണ്ടി ഇതിന് നിന്നാൻ പറ്റില്ല. ഒന്ന് കാണിച്ചു കൊടുത്ത എത്ര ബാക്കിയുണ്ടായിരുന്നു? ചെറിയ പീസുള്ളൂ. മുക്കാൽ ഭാഗം ബാക്കി. ഓൾമോസ്റ്റ് തീർന്നു. എല്ല് കയ്യിൽ കാണിച്ചു. അപ്പൊ ഫസ്റ്റ് ഇതാണ് മിഥുൻ ഏറ്റവും കൂടുതൽ 12 മിനിറ്റ് എടുത്തിട്ടാണ് തീർത്തത്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റിൽ തന്നെ. ഇത് എൻ്റെ പ്ലേറ്റ് ആണ്, ആരും പേടിക്കണ്ട, ഞാൻ തന്നെയാണ്. ഇവിടെ എന്നെ കൊണ്ട് ആ പ്ലേറ്റ് മാറ്റി ഇങ്ങോട്ട് ഇരുത്തിച്ചതാണ്. വിശ്വസിച്ചല്ലോ എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ. ഇതാ മുക്കാ ഭാഗം ആ ചിക്കൻ ഒന്ന് കാണിച്ച്. ഇതുണ്ടോ, ഒരു എക്സ്ട്രാ ചിക്കൻ ഉണ്ട്. വേണമെങ്കിൽ ഇനി കഴിച്ച് തുടങ്ങുക, നമ്മൾ അടുത്ത ചലഞ്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. നമ്മളത് കൂടുതൽ കഴിക്കുക, ആ പരിപാടി ഉണ്ടാവും. ഇവിടെ കഴിക്കുന്നുണ്ടോ? യു ക്വിറ്റ്. അപ്പോൾ ഒഫീഷ്യലി ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. യു ക്വിറ്റിൻ്റെ നീ ഇത് ഫുള്ള് കഴിക്കുമോ? തീരുമാനിച്ചിട്ടില്ല. വണ്ടി പോകണ്ടേ, വണ്ടി നിൽക്കണ. ഏറ്റവും ആദ്യം തീർന്നത് ഞാനാണ്. എന്റെ പ്ലേറ്റ് മാറ്റിയതാണ് ഗൈസ്, പ്ലീസ്. അതെ, വിശ്വസിക്കണം. ആ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ഇട്ട് കാണിച്ചിരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വിശ്വസിക്കണം അവൻ്റെ പ്ലേറ്റ് ഞാൻ മാറ്റിയതാന്നുള്ളത്. അപ്പോൾ ഈ ഫുഡ് ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ അടുത്ത ഇനി പരിപാടികളും കാര്യങ്ങളൊക്കെ വരും അല്ലേ? വേറെ വേറെ നല്ല വ്ളോഗ് ആയിട്ട് വരും. ഇനി ഏറ്റവും പതുക്കെ കഴിക്കണവര് അങ്ങനത്തെ ചലഞ്ച് ആക്കാം. അത് എന്നെയും കൊണ്ട് നടക്കൂല എന്ന് അവനും അറിയാം, അവനെയും കൊണ്ട് നടക്കും എന്നുള്ളത് അവനറിയാം. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. ഡോക്ടർ കിഡ്സ് ഫൈൽസ് ആയിരിക്കോ? ഒരു ടാറ്റ കൊടുക്കൂ. ടാറ്റ ടാറ്റ കൊടുക്കടേ. അപ്പൊ ടാറ്റ. ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം. അപ്പൊ ടാറ്റ. നമ്മിലൊരാളെ നീ ആവരി മണ്ണിൽ കണ്ണിൽ തീ കാണാം വാ, കണ്ണുമിഴിച്ച് നിൽക്കാതെ ലോട്ട് മുട്ടാൻ നീ വാടാ വാ.